നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. നാടകവേദിയിൽ കാണികളെ ആർത്തു ചിരിപ്പിച്ച് വേദി വിടുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല ഇനി ഈ വേദിയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന്. കടന്നപ്പള്ളി തെക്കേക്കരയിൽ കൂടിയ കാണികൾക്ക് മുന്നിൽ വനിതാ മെസ്സിലെ കഥാപാത്രങ്ങളായി അവർ ആടിത്തീർക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി കടന്നപ്പള്ളി തെക്കേക്കര റെഡ് സ്റ്റാറിന്റെ നാടകോത്സവത്തിലാണ് വനിതാ മെസ് എന്ന നാടകം അവർ അവതരിപ്പിച്ചത്. രാത്രി 7:30 തുടങ്ങിയ നാടകം കാണാൻ വൻ ജനാവലിയാണ് അവിടെ എത്തിച്ചേർന്നത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച വനിതാ മെസ് എന്ന നാടകം കോമഡിക്ക് പ്രാധാന്യം നൽകിയുള്ളതായിരുന്നു. വനിതാ ശാക്തീകരണവും പുരുഷ മേധാവിത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും സഹിക്കാനും പൊറുക്കാനും ഉള്ളവയുമാണ് കുടുംബ ബന്ധങ്ങൾ എന്ന ആശയം വിളംബരം ചെയ്യുന്നതുമായിരുന്നു ഈ നാടകം. മരണത്തിലൂടെ മാത്രമാണ് ഒന്നിച്ച് ജീവിക്കുന്നവർ പിരിയേണ്ടത് എന്ന സന്ദേശം നൽകിയാണ് ഈ നാടകം അവസാനിക്കുന്നത്. നാടകത്തിനു ശേഷം സംഘാടകർ നൽകിയ ഭക്ഷണം കഴിച്ചാണ് 11:30 സംഘം വെള്ളിയാഴ്ച നാടകം നടക്കാനിരുന്ന സുൽത്താൻ ബത്തേരിയിലേക്ക് യാത്ര തിരിച്ചത്. പോകുന്ന വഴിയെക്കുറിച്ച് യാതൊരു പരിചയവുമില്ലാതെയാണ് അവർ യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ വഴിയറിയാൻ അവർ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടിയിരുന്നു. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഏലപ്പീടിക വഴി ചെറുവാഹനങ്ങൾ മാത്രം പോകാനാവുന്ന മറ്റൊരു റോഡിലൂടെ എത്താനാണ് ഇവർ ശ്രമിച്ചത്. ഗൂഗിൾ മാപ്പ് പറഞ്ഞുകൊടുത്ത എളുപ്പം വഴിയായിരുന്നു ഇത്. എന്നാൽ ആ എളുപ്പ വഴി നോക്കി സ്റ്റിയറിംഗ് തിരിച്ച ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല മുന്നിലുള്ളത് ആഴമുള്ള താഴ്ചയാണെന്ന്. ബസ് നിയന്ത്രണം വിട്ട് ആഴങ്ങളിലേക്ക് വീഴുകയായിരുന്നു. 14 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. 9 പേരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അഞ്ജലിയും മുൻ സീറ്റിലായിരുന്നു അഞ്ജലിയും ജെസി മോഹനും ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. നാടകവേദികളിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു ഇവരുടെ വീടുകൾ കഴിഞ്ഞിരുന്നത്. 3-ാം വയസ്സിലാണ് ജെസി മോഹൻ അച്ഛന്റെ കൈ പിടിച്ച് നാടക ലോകത്തേക്ക് എത്തുന്നത്. ഭർത്താവായ മോഹനെ കണ്ടെത്തുന്നതും നാടകവേദികളിൽ വച്ചായിരുന്നു. തുടർന്ന് പതിറ്റാണ്ടുകളാണ് ഇവർ ഒരുമിച്ച് നാടകവേദികളിൽ അഭിനയിച്ചത്. കൊല്ലം സ്വാതി എന്ന പേരിൽ സ്വന്തം സമിതിയും ഇവർ രൂപീകരിച്ചിരുന്നു. 16 വർഷക്കാലം സമിതി വേദികളിൽ സജീവവുമായിരുന്നു. പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീടും പറമ്പും എല്ലാം നഷ്ടപ്പെടുകയും കൂടാതെ മോഹനൻ രോഗബാധിതനാവുകയും ചെയ്തു. ഭർത്താവിന്റെ ചികിത്സയ്ക്കും മറ്റുമായി പണം കണ്ടെത്താൻ ജെസി മറ്റ് സമിതികളിലും അഭിനയിച്ചു. എന്നാൽ ജെസിക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആയിരുന്നില്ല. തുടർന്നുള്ള ജെസിയുടെ ജീവിതം മകൾക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആ മകളും ഒറ്റയ്ക്കാണ്. അപകടത്തിൽ മരിച്ച അഭിനേതാക്കളുടെ സംസ്കാരം ഇന്ന് നടക്കും. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിക്കും. പൊതുദർശനത്തിന് ശേഷം അഞ്ജലിയുടെ മൃതദേഹം കായംകുളത്തെ മുതുകുളത്തെ വീട്ടിലെത്തിക്കും. സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിലാണ് നടക്കുക. ജെസിയുടെ മൃതദേഹം കൊല്ലം കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. മുളങ്കാട് പൊതു ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക.